ഞാനിന്നൊരു പൾപ്പുണ്ടാക്കാനാണ് പോകുന്നത്. അതിനായി 10 മാങ്ങ എടുത്തിട്ടുണ്ട്. വൃത്തിയായി കഴുകി അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം ഒരു ഗ്യാസ് കത്തിച്ച് ഫുൾ ഫ്ലെയിമിൽ തന്നെ കത്തിച്ച് ഒരു കട്ടിയുള്ള പാത്രം വെച്ച് അതിലേക്ക് നമുക്ക് ഈ അരച്ചു വെച്ച പൾപ്പ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കുക്കറാണ്. കുക്കർ എടുക്കാൻ കാരണം കുക്കറിന് കുറച്ച് ഹൈറ്റുണ്ട്, കുറച്ച് കട്ടിയുണ്ട്. ഇത് തെറിക്കും. നമ്മൾ തിളയ്ക്കുമ്പോഴേ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കയ്യിലേക്ക് വീണ കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അത് രണ്ടും സംഭവിക്കാതിരിക്കാനായിട്ടാണ് ഞാൻ ഹൈറ്റ് കൂടിയതും കട്ടി കൂടിയതുമായ ഒരു കുക്കർ എടുത്തിരിക്കുന്നത്. എല്ലാവരും ഇതുപോലെ കുക്കർ എടുക്കുന്നത് നന്നായിരിക്കും. കട്ടിയുള്ളതുകൊണ്ട് ഇത് അടിയിൽ പിടിക്കാനും സാധ്യതയില്ല. ഇതുപോലെ നന്നായിട്ട് ഇളക്കുക. നമ്മുടെ പൾപ്പ് ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. അരമണിക്കൂറിന് ശേഷം തീ കുറച്ചിട്ട് ഒരു ചെറിയ നാരങ്ങയുടെ നീര് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒരു 15 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഏകദേശം ഇതുപോലെ നന്നായിട്ട് കുറുക്കി റെഡിയായി വരുന്നുണ്ട്. നമ്മുടെ പൾപ്പ് ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഒന്ന് ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. നല്ല തണുത്തതിന് ശേഷം നമുക്കിത് പാത്രത്തിലോ ബോട്ടിലിലോ ഒക്കെ ആഡ് ചെയ്ത് ഫ്രീസറിലേക്ക് വെച്ചേക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സിബ് കവറാണ് എടുത്തിരിക്കുന്നത്. സിബ് കവർ എടുക്കാൻ കാരണം ഫ്രീസറിൽ പാത്രങ്ങളോ ബോട്ടിലോ വെച്ചാൽ സ്ഥലം ഒരുപാട് കവറേജ് ആകും. സിബ് കവറാകുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലം പോകത്തില്ല. ഒരുപാട് സാധനങ്ങൾ അതിലോട്ട് വയ്ക്കാൻ സാധിക്കും. ഞാൻ അതിനായിട്ട് 2 സിബ് കവറിലോട്ടാണ് ഇതാക്കിയത്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് ഇത് കവറിലോട്ട് ആക്കുന്നതാണ്. ഇത് ആക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴോ കുട്ടികൾക്കോ മാമ്പഴക്കാലം അല്ലാത്ത സമയം എടുത്ത് ഇത് ഷെയ്ക്ക് അടിച്ച് കൊടുക്കാനും ജ്യൂസ് അടിക്കാനും പറ്റിയ ഒരു ഐറ്റമാണ്. ഷെയ്ക്ക് അടിക്കുമ്പോൾ പാലും നട്ട്സും ബദാമും ഒക്കെ കൂടെ ചേർത്ത് ഷെയ്ക്ക് ഉണ്ടാക്കിയാൽ നമ്മുടെ മക്കൾക്കൊക്കെ അത് രുചികരമായിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അത് എല്ലാവരും മാമ്പഴക്കാലമാകുമ്പോൾ ഇതുപോലെയൊന്ന് സൂക്ഷിച്ച് വെച്ചാൽ നല്ലതാണ്. മാമ്പഴം അല്ലാത്ത കാലം നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാമല്ലോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രമിക്കാവുന്ന ഒരു ഐറ്റമാണ്.